എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. നിനക്ക് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം നിന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നു. എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നു. സ്നേഹത്താൽ എരിയുന്ന ദിവ്യകാരുണ്യേശോയുടെ ഹൃദയ തുടിപ്പുകളെ ഏറ്റുവാങ്ങി ദിവ്യകാരുണ്യം ശങ്കിൽ കൊണ്ടു നടന്ന് ദിവ്യകാരുണ്യേശോയുടെ ശാന്തായി മാറിയ യുവപ്രേഷിതൻ വിശുദ്ധ കാർലോ അക്വിറ്റാസ്. ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധൻ, ദ മില്ലേനിയം സെയിന്റ് വിശുദ്ധ കാർലോ അക്വിറ്റാസ്. ഹലോ ഡോൺ. ഹായ് കാർലോ, നീ പ്രൊഡ്യൂസ് ചെയ്ത വീഡിയോ ഗെയിം ഇല്ലേ, അത് ഞങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയി. എനിക്ക് മാത്രമല്ല, എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും അത് കണ്ട് വളരെ വണ്ടറായി. താങ്ക്സ് ടു ബ്ലെസ്ഡ് സാക്രമെന്റ്. ദിവ്യകാരുണ്യേശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിന്നെ കാർലോ, ആ ഏഞ്ചൽസിൻ്റെ ആനിമേഷൻ അത് എങ്ങനെയാ ചെയ്തതെന്ന് എൻ്റെ ഐ.ടി.യിലെ അങ്കിൾ ചോദിച്ചു. നല്ല ഭംഗിയുണ്ട് ഏഞ്ചൽസിൻ്റെ തിളക്കമുള്ള ചിറകുകൾക്ക്. ഓ മൈ ഗോഡ് ഡോൺ, ആ സീക്രട്ടൊക്കെ ദിവ്യകാരുണ്യേശോയാ എനിക്ക് പഠിപ്പിച്ചത്. എൻ്റെ മമ്മി ഇല്ലേ, അതിലെ കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും കുത്തുകൾക്ക് കണ്ട് സന്തോഷത്തോടെ കരഞ്ഞു. എൻ്റെ ചേട്ടനാണെങ്കിലോ ഏഞ്ചൽസിൻ്റെ ഫൈറ്റും ഫയറും കണ്ട് ഒരുപാട് ത്രില്ലിലാണ്. അതൊക്കെ ശരി ഡോൺ, നിനക്കെന്താ ഇഷ്ടമായെന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. അതോ, അവസാനം എല്ലാ ഫൈറ്റിനും ഒടുവിൽ ഉണ്ണീശോയെ കയ്യിലെടുക്കാൻ കഴിഞ്ഞതാ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഹായ്, അപ്പോൾ നമ്മൾ രണ്ടാളും സെയിം വിച്ച്. എനിക്കും അത് തന്നെയാ ഇഷ്ടമായത്. ബൈ കാർലോ, ഞാൻ പിന്നെ വരാം. ഓക്കെ ബൈ. ഹായ്, വെരി വണ്ടർഫുൾ ആൻഡ് അമേസിംഗ് പ്രസന്റേഷൻ. മോനെ, നീ ഇതെല്ലാം എങ്ങനെ പഠിച്ചെടുത്തു? എനിക്ക് പോലും ഇതൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ. നിങ്ങളുടെ സ്കൂളിൽ ഇതെല്ലാം പ്രാക്ടീസ് ഉണ്ടോ? ഹായ് മമ്മി, ഇതിന്റെ സ്കൂൾ ഇവിടെയൊന്നുമല്ല. സ്കൂളിലെ ഗ്യാങ്ങിൽ ചേർന്നാൽ നവാഷിലാകത്തേ ഉള്ളൂ. മമ്മിക്കറിയാത്ത മറ്റൊരു സ്കൂളാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത്. അതാരാ മോനെ? മൈ ബ്ലെസ്ഡ് സാക്രമെന്റ്. നീലവസ്ത്രങ്ങളിലണിഞ്ഞ മേരി മാതാവാണ് എന്റെ ടീച്ചർ. അമ്മയാണ് എനിക്ക് ജപമാല ചൊല്ലാനും ദിവ്യകാരുണ്യത്തെ കുറിച്ചുമൊക്കെ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ കാർലോന്റെ വീട്ടിലേക്കാണോ പോകുന്നത്? അതേടാ, വേഗം വായോ. അതോരോ കാർലോ, നമ്മുടെ പുതിയ ഫ്രണ്ട്. അന്ന് നീ കാണിച്ച വീഡിയോ ഗെയിം അവനല്ലേ ക്രിയേറ്റ് ചെയ്തത്? ഏത് നല്ല ഭംഗിയുള്ള ഏഞ്ചൽസിന്റെ വീഡിയോയോ? അതെ അതെ, അവന്റെ അടുത്തേക്ക് തന്നെ. അവനെ കണ്ടാലും അവന്റെ വർത്തമാനം കേട്ടാലും പിന്നെ നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയാ. ഹായ് ഡോൺ, ഇതെന്താ ഇന്ന് കുറെ പുതിയ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടല്ലോ? അതെ അതെ, കാർലോയുടെ ഇൻസ്പയറിംഗ് പ്രോഗ്രാം കണ്ട് നിന്നെ കാണാൻ വന്നവരാ ഇവരൊക്കെ. അത് നന്നായി. നല്ല കൂട്ടുകാരൊക്കെ കൂടി നമുക്ക് ഈശോയുടെ സൈന്യം ശക്തമാക്കാം. അല്ല, പരിചയപ്പെട്ടില്ലല്ലോ. ഇത് മാർട്ടിൻ, എന്റെ വീടിന്റെ മുകളിലെ നിലയിലാ ഇവന്റെ വീട്. ജോൺ ആൽഫ്രഡ്. കാർലോയെ കുറിച്ചൊക്കെ ഡോൺ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞത് ശരിയാ, നിന്നെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി വരുന്നു. അതെ കാർലോ, ഈ ആൽഫ്രഡ് ഇങ്ങനെയാ. ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഒറ്റയ്ക്കിരിക്കും. അന്നേരം ഞങ്ങൾ ആര് വിളിച്ചാലും കൂടില്ല. കൂട്ടുകൂടാതെ ഒറ്റയ്ക്കിരിക്കാനാത്രേ അവനിഷ്ടം. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതും കാണാം. എന്തായാലും നിന്റെ വീഡിയോ ഗെയിം ഇവനെയൊക്കെ മാറ്റിമറിച്ചു. അത് ശരിയോ കാർലോ,
നിനക്ക് നിന്നിൽ ഒരു സ്വർഗീയത, ദിവ്യത. അതൊക്കെ വേറെ. ദിവ്യതയും സ്വർഗീയതയും ഒക്കെ നമ്മൾ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പല തെറ്റുകളിൽ പെടുമ്പോൾ നമുക്കത് നഷ്ടപ്പെടുമെന്ന് മാത്രം. നീ ഇനി ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് കരയരുത്. നിനക്ക് ഞാനൊരു പുതിയ കൂട്ടുകാരനെ പരിചയപ്പെടുത്താം. എന്തായാലും നല്ല വണ്ടർഫുൾ ഫ്രണ്ട്. അവർക്കൊന്നും എന്നെ ഇഷ്ടപ്പെടില്ലായിരിക്കും. ഇവനിങ്ങനെ പലതും പറയും. കാർലോ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഇനിയും വലുതാക്കണം. അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഒരു ഹിറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമുക്കതിൽ ചേരാം. ഒരു സ്റ്റാറ്റസിന് ഇടയ്ക്ക് വല്ല ചീത്ത പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും അതത്ര കാര്യമാക്കണ്ട. ഡോൺ, എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. അത്തരം ഗ്രൂപ്പുകളിലൊന്നും ഏർപ്പെടാൻ എനിക്കിഷ്ടമില്ല. ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമല്ലാതെ വേറൊന്നിനും ഞാൻ എൻ്റെ മൊബൈലും ലാപ്ടോപ്പും ഉപയോഗിക്കില്ല. എൻ്റെ കാർലോ, നീ ഇങ്ങനെ ഇമോഷണൽ ആയാലോ? ഞങ്ങൾ എല്ലാവരും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. നിന്നെ ക്ഷണിക്കാനാ വന്നേ. ഇമോഷണൽ അല്ല ഡോൺ, ഇക്കാര്യത്തിൽ ഞാൻ സ്ട്രോങ് ആണ്. ആര് എൻ്റെ കൂട്ടുപേക്ഷിച്ചാലും എൻ്റെ ചങ്കിലെ കൂട്ടുകാരനാണ് എനിക്ക് ഏറ്റവും വലുത്. അതാരാ കൂട്ടുകാരൻ? നമ്മുടെ മോനെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലേ. അവനോടുള്ള സ്നേഹം കാരണം ഇപ്പോൾ നാട്ടുകാർക്കൊക്കെ എന്നോടും ഒരു ആദരവ് പോലെ എനിക്കൊരു തോന്നൽ. തീർച്ചയായും. കഴിഞ്ഞ ഞായറാഴ്ച പള്ളി കഴിഞ്ഞു വരുമ്പോൾ തെരേസ പ്രഭി എന്നോട് രഹസ്യത്തിൽ പറഞ്ഞു, അവർക്ക് അസൂയ തോന്നാനത്ര ഇവനെ കണ്ട്. സ്കൂളിലായാലും സ്വഭാവം മാത്രമല്ല, ഇത്ര നന്നായിട്ട് എങ്ങനെയാ ഇവനീ നൂതന സാങ്കേതിക മാർഗങ്ങളിൽ നൈപുണ്യം നേടണേന്ന് കഴിഞ്ഞ ദിവസം ഫ്രാൻസിസും എന്നോട് പറഞ്ഞു. അവൻ പറയുന്നത് ദിവ്യകാരുണ്യം അവനെ എല്ലാം പഠിപ്പിക്കുന്നെന്നാ. പിന്നെ ഒരു രഹസ്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീലവസ്ത്രമണിഞ്ഞ് മേരിമാതാവ് അവൻ്റെ ടീച്ചറായി വരുന്നുണ്ട്. കുഞ്ഞ് പറയുന്നത് വെറുതെയല്ല. അവൻ്റെ മുഖവും പ്രസാദവും മാതാവിന് മുമ്പിലെ പുഞ്ചിരിയും പതിഞ്ഞ സംസാരവും എല്ലാം കണ്ടാൽ ഒരു സ്വർഗീയ അത്ഭുതം ഇതൾ വിരിയുന്നു എന്നത് ഉറപ്പാ. എന്തായാലും നമ്മുടെ കുഞ്ഞി കാർലോ ഇപ്പോൾ നമ്മളെ കൂടി ദിവ്യകാരുണ്യ ഈശോയുടെ ചങ്കാക്കി മാറ്റുന്നുണ്ട്. ഹായ്, പപ്പയുടെ ഓമനക്കുട്ടം വന്നല്ലോ. മോനൊരു സർപ്രൈസ് സമ്മാനം പപ്പ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ പപ്പ തന്നെ എനിക്കൊരു സർപ്രൈസ് അല്ലേ? അതെ അതെ, ഞങ്ങളുടെ സർപ്രൈസ് സമ്മാനം ഞങ്ങളുടെ ഓമന മോനാ. മോനെ കുറിച്ച് എല്ലാവരും എന്തൊക്കെയാ പറയണേ. പപ്പ അത് കേട്ട് വലിയ സന്തോഷത്തിലാ. അതുകൊണ്ട് പപ്പ വിചാരിച്ചു മോനെയും കൂട്ടി നമുക്ക് വിശുദ്ധനാട് സന്ദർശിക്കാൻ പോകാമെന്ന്. ഈശോ നടന്ന വഴികൾ, ജനിച്ച സ്ഥലം, അത്ഭുതം പ്രവർത്തിച്ച സ്ഥലങ്ങൾ, ഇതിലൂടെയൊക്കെ പോകാം. അതെന്തിനാ പപ്പ? ഈശോ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന ഇടവകപ്പള്ളിയിലേക്ക് പോയി ദിവ്യകാരുണ്യ ഈശോയെ സന്ദർശിക്കാനും സ്നേഹിക്കാനുമാ എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്താ കുഞ്ഞിക്കാർലോ പറയുന്നത്? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അച്ഛനെ കുറിച്ച് തന്നെയാ ഇപ്പോൾ അവൻ പറയുന്നത്. എന്താ മോനെ? അച്ഛാ, ഞാനിവനെ വിശുദ്ധനാട് സന്ദർശിക്കാൻ വിളിച്ചപ്പോൾ ഇവൻ പറയാ ഇവന് ഇടവകപ്പള്ളി സന്ദർശിക്കാൻ അത്രേ കൂടുതൽ ഇഷ്ടം. അച്ഛാ, നമ്മുടെ ദിവ്യകാരുണ്യത്തിൽ ജീവനുള്ള ഈശോ വസിക്കുമ്പോൾ അതിലും വലിയ അത്ഭുതമാണോ ഈ വിശുദ്ധനാട്? കുഞ്ഞ് പറഞ്ഞത് വളരെ ശരിയാണ്. വലിയ വലിയ തിയോളജിക്കാർ പോലും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രഹസ്യം, സ്വർഗീയ ജ്ഞാനം എൻ്റെ കാർലോ കുഞ്ഞിനെ ഇത്ര ചെറുപ്പത്തിലേ ദൈവം തന്നല്ലേ. അല്ല, അച്ഛൻ വന്ന കാലിൽ തന്നെ നിൽക്കാണല്ലേ. ഇരിക്കച്ചാ. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ അച്ഛാ? ആയിക്കോട്ടെ. ഞാൻ കാർലോയോട് ഒരു കാര്യം ചോദിക്കാനാ വന്നേ. ഞാൻ എന്തു ചെയ്യണം അച്ഛാ? നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാ അച്ഛൻ വന്നത്. എല്ലാവരും പറയുന്നു കാർലോ മോൻ ചെയ്യുന്നത് അത്രയും പ്രൊഫഷണലായി വേറെ ആർക്കും പറ്റില്ലാന്ന്. അത്രയുള്ളൂ? അതൊക്കെ അച്ഛാ. അച്ഛൻ എനിക്കൊരു വലിയ ഉപകാരം ചെയ്യണം. എന്താ മോനെ? എനിക്ക് ആദ്യ കുർബാന സ്വീകരിക്കണം. എനിക്കെൻ്റെ ഈശോയെ ചങ്കിൽ കൊണ്ട് നടക്കണം. മോൻ്റെ വിശുദ്ധമായ ആഗ്രഹവും കൊതിയുമൊക്കെ അച്ഛന് മനസ്സിലാകുന്നുണ്ട്. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങ്. അച്ഛൻ അന്വേഷിക്കട്ടെ. അതെ അച്ഛാ, അവൻ പറയുന്നത് അവൻ്റെ ഫ്രണ്ട് ദിവ്യകാരുണ്യ ഈശോയാണെന്നാണ്. അവനെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് ദിവ്യകാരുണ്യവും മേരി മാതാവുമാണത്രേ.
അതെ, മോൻ്റെ ആഗ്രഹം സ്വർഗം നടത്തി തരും. നിന്റെ കൂട്ടുകാരൻ ആരാ? എല്ലാരും ഇഷ്ടപ്പെട്ട ഫ്രണ്ടിന്റെ അടുത്താലേ ഇരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ ഫ്രണ്ട് എവിടെയിരിക്കും? എന്തിനാ നമ്മൾ ഇഷ്ടപ്പെട്ടവരുടെ അടുത്തിരിക്കുന്നത്? അതോ സ്വകാര്യം പറയാനാ? മിടുക്കൻ. അപ്പോൾ ഈശോയുടെ സ്വകാര്യം കേൾക്കണമെങ്കിൽ നമ്മൾ എവിടെ ഇരിക്കണം? അങ്ങനെ ഈശോയുടെ അടുത്തിരുന്ന ഈശോയുടെ ചങ്ക് ഫ്രണ്ട് ആരാണെന്നറിയോ? വെരി വെരി ഗുഡ്. യോഹനാൻ ഈശോയുടെ ചങ്കിൽ കിടന്നപ്പോൾ ഈശോ സ്നേഹത്തിന്റെ രഹസ്യങ്ങളെല്ലാം യോഹനാന് പറഞ്ഞു കൊടുത്തു. അതുപോലെ നമ്മളും ഈശോയുടെ അടുത്തിരുന്നാൽ നമ്മോടും ഈശോ സ്വകാര്യം പറയും. ഈശോയുടെ ഹൃദയത്തിലെ മുറിവ് കണ്ടിട്ടില്ലേ? ആ വഴികളിലൂടെ നമ്മളും ഈശോയുടെ ഹൃദയ രഹസ്യത്തിലേക്ക് പ്രവേശിക്കണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈശോ മുറിഞ്ഞ് ദിവ്യകാരുണ്യമായ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സാറിന് കമ്പ്യൂട്ടർ വീഡിയോ ഒക്കെ പഠിപ്പിച്ചു തരുന്നത് ഈശോയാണോ? നല്ല ചോദ്യം. തീർച്ചയായും അതെ. ദിവ്യകാരുണ്യ ഈശോയുടെ ചങ്ക് ഫ്രണ്ടാണ് ഞാൻ. എന്റെ ചങ്കിൽ ദിവ്യകാരുണ്യ ഈശോയും. ദിവ്യകാരുണ്യ സ്വർഗത്തിലേക്കുള്ള എന്റെ ഹൈവേ ആണ്. ദിവ്യകാരുണ്യം ഞങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള ഞങ്ങളുടെയും ഹൈവേ ആണ്. ഗുഡ് ബൈ. ഇനി നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം. ടാറ്റ. അടുത്ത ഞായറാഴ്ച ദിവ്യകാരുണ്യ വീഡിയോ കൊണ്ടുവരാൻ മറക്കല്ലേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞാൻ അച്ഛനെ കാണാനിരിക്കുകയായിരുന്നു. എന്താ മോനെ, വലിയ സന്തോഷത്തിലാണല്ലോ. അത് അച്ഛാ, ദിവ്യകാരുണ്യ ഈശോയെ ലോകം മുഴുവനും എത്തിക്കാനുള്ള ഒരു ബിഗ് ബജറ്റ് പ്രോഗ്രാം, ഒരു പുതിയ വണ്ടർഫുൾ ഐഡിയ ഈശോ എനിക്ക് പറഞ്ഞു തന്നു. ഓ, അതെന്താ മോനെ? അച്ഛാ, ഞാനൊരു വലിയ വെബ്സൈറ്റ് ചെയ്യാൻ പോകുന്നു. ഇതുവരെ ലോകത്തിൽ വെച്ച് നടന്ന ജീവൻ തുടിക്കുന്ന എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെയും ഒരു സമുന്നതനാവിഷ്കാരം. കാർലോ, എടുത്തു ചാടണ്ട. ഇതിനൊക്കെ നിന്നെ കൊണ്ട് പറ്റുമോ? തീർച്ചയായും. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. മേരി മാതാവ് എനിക്ക് കൂട്ട്, ദിവ്യകാരുണ്യം എന്റെ ശക്തി. എല്ലാം നന്നായി വരട്ടെ കുഞ്ഞെ. കാർലോ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അമ്മ പറഞ്ഞു നീ ഇപ്പോൾ കാറ്റിസവും പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന്. അതെ ഡോൺ, ഇന്നെന്റെ ആദ്യ ക്ലാസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇൻസ്പയറിംഗ് ആയി. അതൊക്കെ കൊള്ളാം. നീ ഞങ്ങളുടെ അഭിമാനമാണ്. എന്തായാലും നമുക്കൊരു സിനിമയ്ക്ക് പോകാം. ഒരു ചേഞ്ച്. നിനക്കുള്ള ടിക്കറ്റ് അടക്കം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതാ വഴിയിൽ വെച്ച് തടഞ്ഞത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്തരം കളികളോട് താല്പര്യമില്ലെന്ന്. എനിക്കിങ്ങനെ നശിപ്പിച്ചു കളയാൻ സമയമില്ല. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനുള്ള ഒരുക്കത്തിലാണ്. അല്ലെങ്കിലും ഒരാൾ ഒരു പർവ്വതാരോഹണം നടത്തി മുകളിലെത്തുന്നതിനേക്കാൾ വളരെ വിലയേറിയതാണ് മനസ്സിന്റെ ഒരു പ്രലോഭനത്തെ ജയിക്കുന്നത്. ഗുഡ് ബൈ. കാർലോ, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നു. നീ വരുന്നില്ലേ? ഇല്ലമ്മേ, ഇപ്രാവശ്യം ഞാനില്ല. ഇതെന്താ മോനെ, ഇന്നലെ രാത്രി 12 മണി വരെയും നീ ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ പോയാൽ നിനക്ക് ക്ഷീണമാകും. ഇല്ല പപ്പ, ഞാൻ പറഞ്ഞില്ലേ, ദിവ്യകാരുണ്യ വെബ്സൈറ്റ് അതിന്റെ പ്രൊസീഡിങ്ങിലാണ്. പപ്പായും അമ്മായും എന്നെ സഹായിക്കണം. നമുക്ക് ഇനിയും പല സ്ഥലങ്ങളിൽ പോയി ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്യണം. ഓക്കെ കാർലോ, എന്നാൽ ഞങ്ങൾ പോകട്ടെ. ബൈ. എത്രയധികം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ്. എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും ലോകപ്രശസ്തരായ പല സയന്റിസ്റ്റുകളും പരിശോധിച്ചു. എല്ലാ തിരുതത്വത്തിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നു തന്നെയാണ്, AB പോസിറ്റീവ്. തിരുശരീരം പരിശോധിച്ചപ്പോൾ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ ഭാഗം വളരെയധികം വേദനകൾ സഹിച്ച് പിടഞ്ഞ് ഞെങ്ങിഞ്ഞിരിങ്ങിയ മയോകാർഡിയം. ഓ എന്റെ ഈശോ, എന്റെ ചങ്കിന്റെ ചങ്കായ ഈശോ. കുഞ്ഞെ, നിന്റെ ഈ ദിവ്യകാരുണ്യ അത്ഭുത ശേഖരം സ്വർഗീയ രഹസ്യമാണ്. ഇതുവഴി തിരുസഭ മുഴുവനിലേക്കും ഒട്ടനവധി ആത്മാക്കളെ വിശുദ്ധ വഴിയിലേക്ക് ആനയിക്കാൻ നമുക്ക് കഴിയും. നീ വിചാരിക്കുന്നതിലും അപ്പുറത്ത് അനേകം ഭൂഖണ്ഡങ്ങളിൽ നീ പോലും അറിയാതെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ചലനം സൃഷ്ടിക്കും. എൻ്റെ കുഞ്ഞെ, ആ സമയം ഇനിയും വിദൂരത്തല്ല. മോനെ, ഇതൊക്കെ നിനക്കാ. ഇപ്പോഴും വെബ്സൈറ്റിലും റെക്കോർഡിങ്ങിലും ഒക്കെയാണോ? ഇത് കണ്ടോ എന്തൊക്കെയാ വാങ്ങിച്ചിരിക്കണെന്ന്? ഇതെന്തിനാ മമ്മി ഇത്രയും വില പിടിച്ച സാധനങ്ങൾ? ഈ കാശുണ്ടായിരുന്നെങ്കിൽ ആ പാവം ഇമാനുവലിനെ കൊടുക്കാമായിരുന്നു. അതോർത്ത് വിഷമിക്കണ്ട, പാവങ്ങൾക്ക് വേണ്ടതെല്ലാം നീ വാങ്ങിച്ചോളൂ. പാവങ്ങളെ സ്നേഹിക്കുന്നതും സഹായിക്കുന്നതും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടാ. ആ ശുശ്രൂഷയ്ക്ക് വെബ്സൈറ്റിനോളം പ്രാധാന്യമുണ്ട്. ഞാനിതൊക്കെ ഇമാനുവലിന് കൊടുത്തിട്ട് വരാം. അല്ല, ഇതാര്? കുഞ്ഞു കാർലോ, എന്തു പറയുന്നു മോനെ? സുഖമല്ലേ? കണ്ടിട്ട് കുറെ നാളായല്ലോ. ഈശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ദിവ്യകാരുണ്യ ഈശോയും കാർലോയും തമ്മിലുള്ള ബന്ധം വളരെ പോപ്പുലറായി തുടങ്ങി അറിഞ്ഞു. സന്തോഷം. എന്നാലും അച്ഛാ, എനിക്ക് ചിലപ്പോൾ വിഷമം തോന്നും. നമ്മുടെ ഈശോ
ജീവന്റെ ജീവനായി എഴുന്നള്ളിയിരിക്കുന്ന സക്രാരിക്ക് മുമ്പിൽ എപ്പോഴും ശൂന്യത. എന്നാൽ ഈശോയില്ലാത്ത പലയിടങ്ങളിലും ആൾക്കൂട്ടം നിറഞ്ഞു കവിയുന്നു. ജീവനുള്ള ദൈവം ഇരിക്കുന്ന ഇവിടെയല്ലേ ശരിക്കും ജനം തടിച്ചുകൂടേണ്ടത്? വെരി ഗുഡ് മോനെ. ദിവികാരുണ്യ ഈശോ സ്തുതിക്കപ്പെടട്ടെ. ദിവികാരുണ്യ ഈശോയെ അരികിലിരുന്ന് ആവോളം അനുഭവിക്കാനും അയക്കപ്പെടുന്നിടങ്ങളിൽ സാക്ഷ്യമാകാൻ ഈശോയ്ക്ക് ഒരു യുവത്തിടമ്പിനെ കിട്ടിയിരിക്കുന്നു. പ്രായം കുറവാണെങ്കിലും കാർലോ, അനുഭവത്തിൻ്റെ ചൂട് നിന്റെ വാക്കുകൾക്കുണ്ട്. നീയൊരു കാര്യം ചെയ്യേ, ഇപ്പോൾ മതാധ്യാപകനായി നമ്മുടെ വിശ്വാസ രൂപീകരണത്തിൽ ചേര്. നിന്റെ സജീവ പങ്കാളിത്തം കുഞ്ഞു മനസ്സുകളിൽ ഈശോയെ കത്തിജ്വലിപ്പിക്കുന്നതിൻ്റെ വെളിച്ചം നിന്റെ കണ്ണുകളിൽ പ്രകാശിക്കുന്നത് ഞാൻ കാണുന്നു. ആ ദിവ്യപ്രകാശം 15-ാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പോഴും അഴുകാതിരിക്കുന്ന ശരീരം ആ യുവാവിന്റെ അതിവിശുദ്ധ ജീവിതത്തിന് സ്വർഗം ചാർത്തിയ കയ്യൊപ്പാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക്, കൗമാര പ്രായക്കാർക്ക്, കുട്ടികൾക്ക് അനുകരിക്കാവുന്ന ഒരു നല്ല മാതൃകയാണ് വിശുദ്ധ കാർലോയുടെ ജീവിതം. നമുക്ക് പ്രിയങ്കരനായ വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ, ഇതാ നമുക്കൊരു വിശുദ്ധരെ കിട്ടിയിരിക്കുന്നു. ലോഹയും ശിരോവസ്ത്രവും ധരിക്കാത്ത, ജീൻസ് ഇട്ട, പാട്ടുപാടുന്ന, കൂട്ടുകൂടുന്ന, ദിവ്യകാരുണ്യത്തെ പ്രണയിക്കുന്ന, ചാരിത്ര വിശുദ്ധിയുമായി പ്രണയത്തിലായിരിക്കുന്ന, 21-ാം നൂറ്റാണ്ടിന്റെ എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തിയ ഒരു വിശുദ്ധൻ, ദ മില്ലേനിയം സെയിന്റ്, വിശുദ്ധ കാർലോ അക്യുറ്റസ്. Saint Carlo Acutis, pray for us. Saint Carlo Acutis, pray for us. Saint Carlo Acutis, pray for us. വേണ്ടി ഇന്റർനെറ്റിൽ ഈശോയെ തേടി നീ നടന്നു. ഈ ഡിജിറ്റൽ വേണ്ടി ഇന്റർനെറ്റിൽ ഈശോയെ തേടി നീ നടന്നു. ചിരിച്ചും കളിച്ചും ആടിയും പാടിയും വിശുദ്ധനായി നീ തീർന്നുവല്ലോ. ചിരിച്ചും കളിച്ചും ആടിയും പാടിയും വിശുദ്ധനായി നീ തീർന്നുവല്ലോ. അനുദിന ജീവിത വീതികളിൽ ഈശോയോടൊത്തെന്നും മുന്നേറുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. അനുദിന ജീവിത വീതികളിൽ ഈശോയോടൊത്തെന്നും മുന്നേറുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. Saint Carlo Acutis, pray for